പാലക്കാട്ടേക്ക് അവിടെ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. ജില്ലാ നിയമസഹായ വേദിയുടെ മിറ്റിഗേഷൻ റിപ്പോർട്ട് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കും. റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമാകും കോടതി പ്രതി ചെന്താമരയ്ക്ക് ശിക്ഷ വിധിക്കുക. വീഡിയോ കോൺഫറൻസ് വഴിയാകും ചെന്താമര ഇന്ന് ഹാജരാവുക. എ അഭിലാഷ് ഉണ്ട് നമുക്കൊപ്പം. അഭിലാഷേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കേരളമാകെ ഭയത്തോടുകൂടി നോക്കുന്നൊരു കുറ്റവാളി താൻ ഇനിയും കൊല്ലുമെന്ന് ജഡ്ജിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്ന, ജഡ്ജിയെ പരിഹസിക്കുന്ന, തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന് കോടതി മുറിയിൽ വിളിച്ചു പറയുന്ന ഒരു പ്രതിയാണ്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നതും ഒരു തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഇയാൾക്ക് കൊടുക്കരുത് എന്നുള്ളതാണ്. പ്രതിഭാഗം പറയുന്ന പരമാവധി കുറഞ്ഞ ശിക്ഷ കൊടുക്കണമെന്നുള്ളതാണ്. ഇന്ന് തന്നെ ഒരു ശിക്ഷാവിധി ഉണ്ടാകുമോ അഭിലാഷ്? ഷിഹാസെ നേരത്തെ ഉണ്ടായിരുന്ന കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുകയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഇതിനിപ്പോൾ വധശിക്ഷ അടക്കം ലഭിക്കാവുന്ന കുറ്റം തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ നിയമസഹായ വേദി ഈ കൗൺസിലിംഗുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതൊരു അസാധാരണ നീക്കമാണ് കോടതിയുടെ ഭാഗത്ത്. 2002 സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിയമസഹായ വേദി ഈ കാര്യത്തിൽ ഇടപെടുകയും കൗൺസിലിംഗ് അടക്കം നടത്തുകയൊക്കെ ചെയ്തത്. കഴിഞ്ഞ 2 ദിവസമായി ഈ ചെന്താമരയെ കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൗൺസിലിംഗിനോട് എങ്ങനെ പെരുമാറി, അതോടൊപ്പം തന്നെ ഇയാളുടെ ശരീരഭാഷ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്ന് ഇപ്പോൾ റിപ്പോർട്ടിൽ കോടതിയിൽ സമർപ്പിക്കുക. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില വാദപ്രതിവാദങ്ങളൊക്കെ കോടതിയിൽ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വിധിയിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് വിധി ഉണ്ടാകാനുള്ള സാധ്യത മറ്റു നടപടിക്രമങ്ങളിലേക്കായിരിക്കും കാര്യങ്ങൾ കടക്കുക. അതിനുശേഷം മറ്റൊരു ദിവസത്തേക്കായിരിക്കും വിധി പറയാൻ മാറ്റിവെക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അസാധാരണമായ ചില രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ചെന്താമരയ്ക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുകയും ചെയ്തത്. ഏതായാലും ജില്ലാ നിയമസഹായ സമിതി ഇന്ന് റിപ്പോർട്ട് നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഏതായാലും നമുക്കറിയാം ചെന്താമരയെ സംബന്ധിച്ച് ഇരട്ട കൊലപാതകം നടത്തുന്നു, അതായത് അമ്മയെയും മകനെയും കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുന്ന സാഹചര്യമുള്ള ഇതൊക്കെ അദ്ദേഹത്തിന്റെ എത്രത്തോളം ക്രൂരനായ ഒരു കുറ്റവാളിയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇനിയും അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യും എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയും അതോടൊപ്പം തന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായി നിയമവേദികൾ, അതായത് കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ശിക്ഷയിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക. അത് വധശിക്ഷയാവുമോ എന്ന് തന്നെയാണ് ഇനി കാണുകയും ചെയ്യേണ്ടത്.